ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് പ്രവേശിക്കുന്നതാണ് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പങ്കുവെച്ചത്. കർത്താവിനോട് സക്കായി പറയുന്നു, അപകരിച്ച് എടുത്തിട്ടുള്ളതിന് 1/4 വീതം പകരം ഞാൻ കൊടുക്കാം. അതുമാത്രമല്ല, ശേഷിക്കുന്ന വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കാം എന്നും സമ്മതിക്കുന്നു. അങ്ങനെ സക്കായിയുടെ അനുതാപം പൂർണ്ണമാകുന്നു. ക്രിസ്തുവിൻ്റെ മുൻപിൽ സക്കായി ജീവിതത്തിൻ്റെ അനുതാപത്തെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ കർത്താവ് പ്രഖ്യാപിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി. ആ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രസ്താവന ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ എന്നുള്ളതാണ്. അവൻ മുൻപേ അബ്രഹാമിൻ്റെ മകൻ ആയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ യഹൂദരും അബ്രഹാമിൻ്റെ മക്കൾ എന്നാണ് അവകാശപ്പെടുന്നത്. ഒരിക്കൽ അവരിൽ ചിലർ യേശുവിനോട് സംസാരിച്ചപ്പോൾ അവകാശപ്പെട്ടത്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും അടിമകളായിരുന്നിട്ടില്ല. വിശുദ്ധ യോഹന്നാൻ 8:33. കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സക്കായി ജഡപ്രകാരം അബ്രഹാമിൻ്റെ സന്തതി ആയിരുന്നെങ്കിലും യഥാർത്ഥമായ അർത്ഥത്തിലായിരുന്നില്ല. പൗലോസ് ഈ ആശയം വ്യക്തമാക്കുന്നതാണ് നമ്മൾ വായിച്ച റോമാലേഖനം 4:16. അബ്രഹാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്വീകാര്യനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്താലാണ്. എപ്പോഴാണ് അബ്രഹാമിൻ്റെ വിശ്വാസം വെളിപ്പെട്ടത്? ദൈവം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ, സകലതും വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ സന്നദ്ധമായപ്പോഴാണ്. സക്കായി അവൻ്റെ സമ്പത്തിലുള്ള ആശ്രയം വിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ സന്നദ്ധനായപ്പോൾ അവൻ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ യഥാർത്ഥ പുത്രൻ എന്ന സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെടുകയാണ്. അതിനെ തുടർന്നാണ് ഈ ഭവനത്തിന് രക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് രക്ഷ? കയ്യിൽ എഴുതിക്കെട്ടുന്ന ഒരു സാധനമല്ല, അതൊരു അനുഭവമാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനമാണ്. മനുഷ്യനെ പിടിച്ചടക്കി വച്ചിരിക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും, ഘടനകളിൽ നിന്നുമുള്ള മോചനമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ് ലഭ്യമാകുന്നത്. തിന്മയുടെ ആധിപത്യത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, ദൈവവുമായുള്ള ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം കൂടിയാണ്. പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുക മാത്രമല്ല, പുതിയ ജീവനിലേക്കുള്ള പ്രവേശനവുമാണ്. പുതുജീവനിൽ പ്രവേശിച്ച് നിശ്ചലമായി നിൽക്കുകയല്ല, കൃപയിൽ നിന്ന് കൃപയിലേക്ക് നാം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസിക്കും രക്ഷാ ജീവിതത്തിൽ വളർച്ച ആവശ്യമാണ്. അതിനാണ് വിശുദ്ധ കൂദാശകളും ആരാധനയും എല്ലാം സംവിധാനം ചെയ്തിട്ടുള്ളത്. രക്ഷയിലേക്ക് വരുമ്പോൾ സ്വാർത്ഥതയ്ക്കതീതമായി മറ്റുള്ളവരിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കും കടന്നെത്തും. അതാണ് സക്കായി വെളിപ്പെടുത്തിയത്. അപകരിച്ചെടുത്തതിന് പ്രായശ്ചിത്തം ചെയ്യാനും ദരിദ്രരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകുന്നു. മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ മറ്റുള്ളവരോട് 3 മനോഭാവങ്ങളാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. ഒന്ന്, ടു മൂവ് എവേ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അന്യരുടെ കാര്യത്തിൽ എനിക്കേതുമില്ല എന്നുള്ളതാണ് മനോഭാവം. 2, ടു മൂവ് അഗൈൻസ്റ്റ് ദം, ശത്രുതാ മനോഭാവത്തോടെ അന്യർക്ക് ദോഷം വരുത്താനുള്ള സമീപനം. 3,
ടു മൂവ് ടുവാർഡ്സ് ദം. അന്യരിലേക്ക് സഹായത്തിൻ്റെ കരവുമായി കടന്നു ചെല്ലുക. പൗലോസിൻ്റെ ഭാഷയിൽ കൂട്ടായ്മയുടെ വലതുകരം നീട്ടിക്കൊടുക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുക. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ ഈ മൂന്നാമത്തെ മനോഭാവവും സമീപനം പുലർത്തുന്ന ഒരാളായിരിക്കും. ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. അതൊരു സ്വർഗീയ പ്രഖ്യാപനമാണ്. സഖായി മാത്രമേ മാനസാന്തരപ്പെട്ടുള്ളൂ. അപ്പോൾ അവന് മാത്രമല്ലേ രക്ഷ വാഗ്ദാനം ചെയ്യാനാവൂ എന്നൊരു ചോദ്യം ചോദിക്കാം. കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. ഒരു മനുഷ്യന് രക്ഷ എന്നല്ല, ഈ ഭവനത്തിനെന്നാണ്. അതായത് കുടുംബാംഗങ്ങളെല്ലാവർക്കും എന്നാണ്. കുടുംബത്തിൽ നിന്ന് വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്ന വീക്ഷണം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. വ്യക്തിയെ കുടുംബത്തിൻ്റെ ഭാഗമായി മാത്രമേ വേദപുസ്തകവും സഭയും വീക്ഷിക്കുന്നുള്ളൂ. ഫിലിപ്പിയിലെ കാരാഗൃഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. വ്യക്തിയല്ല, കുടുംബമാണ് യൂണിറ്റായി കണക്കാക്കപ്പെടുന്നത്. ഈ അടിസ്ഥാനത്തിൽ ആണ് ഓരോ കുടുംബത്തിലുള്ളവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തെ ദൈവം തമ്പുരാൻ സ്വീകരിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നത്. കുടുംബത്തിൻ്റെ രക്ഷ എന്ന വിഷയം ഒരുപാട് ഗൗരവമായി കൈകാര്യം ചെയ്യുകയും പഠനത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. കുടുംബങ്ങളുടെ ശിഥിലീകരണ പ്രവണതയുടെ മുൻപിൽ എന്താണ് ചെയ്യുന്നത്? അതിഥിയായി യേശു വരുന്നു എന്നുള്ളതും അവിടുന്ന് സന്നിഹിതനാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും അനുഗ്രഹങ്ങളുമാണ് സഖായിയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കേണ്ടത്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ള ദൈവമാണ്. നമ്മുടെ അനുവാദം ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷ കർത്താവുമായിട്ടുള്ള സമീപനത്തിൽ കർത്താവ് നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കത് സംജാതമാകുന്നു. നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈ കർത്താവിനെ സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സഖായിയുടെ ഭവനത്തിൽ കർത്താവിൻ്റെ പ്രഖ്യാപനം ഏറ്റെടുത്ത് രക്ഷയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും ആലോചനകളിലും കൂട്ടായ്മകളിലും ദൈവം തമ്പുരാൻ്റെ മാറ്റമില്ലാത്ത കൃപയും കരുതലും കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവരതമായ കരുണ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിയുന്ന ദൈവമാണല്ലോ. സഖായിയുടെ ഭവനത്തിലുണ്ടായതുപോലെയുള്ള ഒരു സമൂലമായ രക്ഷ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വർഷം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ഒരു ദിനം, പുതിയ വർഷം ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും രക്ഷയും അനുഗ്രഹവും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.